ഹലോ ഗൈസ്. അപ്പോൾ ആശകളായിരം നമ്മുടെ ജയറാമും കാളിദാസ് ജയറാമൊക്കെ ഒരുമിച്ച് അഭിനയിച്ച പുതിയ പടം. ജി പ്രജിത്താണ് അതിന്റെ ഡയറക്ഷൻ. വടക്കൻ സെൽഫിയൊക്കെ ഡയറക്ട് ചെയ്ത ഡയറക്ടറാണ്. അപ്പോൾ ഗോകുലം ഗോപാലനാണ് ഇതിന്റെ പ്രൊഡക്ഷനൊക്കെ വരുന്നത്. ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ജയറാം, കാളിദാസ് ജയറാം, അതേപോലെ ആശ ശരത്, പിന്നെ ഷറഫുദ്ദീൻ, അതേപോലെ പിഷാരടി, അവരൊക്കെ ചെറിയൊരു റോള് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കഥയിലേക്ക് വരുമ്പോൾ സിനിമാ മോഹിയായ ഒരു നായകൻ, അതായത് റീൽസ് ഒക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു മകൻ, അതാണ് കാളിദാസ് ജയറാമിന്റെ റോള്. അതേപോലെ ഒരു മെഡിക്കൽ റപ്പാണ് ജയറാമേട്ടൻ. ഇവരുടെ ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇവരുടെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ് ഫസ്റ്റ് ഹാഫ്. പക്ഷെ ഈ പടത്തിന്റെ തുടക്കമൊക്കെ കണ്ട സമയത്ത് ഞാൻ കരുതി ഓക്കെ ഇത് കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ചാൽ ഒരു റീലൊക്കെ എടുക്കുന്ന രീതിയിലാണ് ഒരു പടം തുടക്കമൊക്കെ വെച്ചേക്കുന്നത്. എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിരുന്നില്ല. പിന്നെ ചില തമാശകളായാലും ഒന്നും അങ്ങോട്ട് അത്രയ്ക്ക് വർക്കായില്ല. അപ്പോൾ പക്ഷെ അത് പോകെ പോകെ അടിപൊളിയായി. ഇപ്പം കാളിദാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ആയാലും നൈസായിട്ട് ആണ് ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് പ്രസന്റ് ചെയ്തു തന്നത്. അപ്പം ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഒരു ഷൂട്ടിങ് വരുന്നതും അവരുടെ സ്ഥലത്തൊരു ഷൂട്ടിങ് വരികയും ഇവർ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നതൊക്കെയാണ്. സിനിമാ വിരോധിയായ ജയറാമേട്ടൻ, അമ്മ ക്യാരക്ടറായിട്ട് വരുന്നത് ആശ ശരത്ത്. അപ്പോൾ അവരുടെ റോളെല്ലാം അവർ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ഇതിനകത്തുണ്ട്. അവരും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിലെ അഖിൽ എൻആർഡിയൊക്കെ ഇല്ലേ, കാളിദാസ് സാറിന്റെ കൂടെ നടക്കുന്ന ഒരു ക്യാരക്ടർ തന്നെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉള്ള മൊമെന്റ്സ് ഒന്നും ഇല്ല. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഒരു കോമൺ മാൻ ആണ്. പക്ഷെ അപ്പൊ കൂടെ നമ്മളെ ജയറാമായിട്ട് മുണ്ടുമടക്കി കൊടുത്തിട്ട് വരുന്ന ഒരു സീനുണ്ട് ഒരു ഗ്രൗണ്ടിൽ. അത് തന്നൊരു ഇതുണ്ടല്ലോ, ഒരു പക്ക ഒരു ജയറാം ആരാധകര് ഉറപ്പായിട്ടും അത് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കണ്ട, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ കണ്ടടോ ജയറാമേട്ടനെ കണ്ടു എന്ന് പറയുന്ന ആ ഒരു സംഭവം. അത് ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് ജയറാമേട്ടന്റെ പഴയ സിനിമകളുടെ ആയാലും അല്ലെങ്കിൽ നമ്മളുടെ ഒരുപാട് ട്രോൾ മെറ്റീരിയൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അതിനകത്തുണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ടായിരുന്നു, നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. ചില തമാശകളൊക്കെ അത്രയ്ക്ക് അവിടെ കിട്ടിയില്ല. ചിലതൊക്കെ എനിക്ക് ഭയങ്കര വളിപ്പായിട്ടാണ് തോന്നി. പക്ഷെ ചിലതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, ഒരു നീറ്റ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടുമറന്ന ചില സ്റ്റോറീസ് ഒക്കെ തന്നെയാണ്. നമുക്ക് കുറെയൊക്കെ പ്രഡിക്റ്റബിൾ ആയിരിക്കാം, പക്ഷെ എങ്കിൽ കൂടിയും അതിനകത്ത് അവരുടെ അഭിനയം വെച്ചിട്ടായാലും അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം വന്നിട്ട് കരച്ചിലൊക്കെ വരുന്ന രീതിയിലുള്ളൊരു സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. തുടക്കം നമ്മൾ ഈ പടത്തിന്റെ ആദ്യം കാണുന്ന കാളിദാസ് ജയറാമിന്റെ അഭിനയമല്ല അവസാനം ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ വരുന്നത്. അവിടെ ജയറാമേട്ടനായാലും കാളിദാസായാലും പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബിജിഎം ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളൊരു ബിജിഎം ഒക്കെ വെച്ചിട്ട്, പഴയ സിനിമകളുടെ ബിജിഎം ഒക്കെ വെച്ചിട്ട് അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയത്തില്ല. നല്ല നല്ല അടിപൊളി മൊമെന്റ് ആയിരുന്നു അത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നല്ലൊരു ഫീൽ ഗുഡ് ആണെങ്കിൽ തന്നെ ആയാലും നമ്മൾ ഒരുപാട് നമ്മുടെ ലൈഫിനെ റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചില സമയത്ത് അതിനകത്ത് ക്യാരക്ടർ ഞാനാണോ അല്ലെങ്കിൽ തോന്നിപ്പോകുന്ന രീതിയിലുള്ളൊരു സ്ക്രീൻ പ്ലേ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. നമ്മുടെ നല്ലൊരു എന്താ പറയാ, ഈ ഫാമിലി ബോണ്ടൊക്കെ ഉണ്ടല്ലോ, ഫാമിലി അച്ഛൻ മോൻ ബോണ്ട്, അപ്പം അതൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ പടം റിലേറ്റ് ആവും. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം എത്ര പേർക്ക് കണക്ട് ആവുമെന്ന് എനിക്ക് ഒട്ടും അറിയത്തില്ല. കാരണം നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ആൾക്കാരുണ്ട്, അതായത് അവർക്ക് അവരുടെ ഫാമിലിയെ അല്ലെങ്കിൽ പേരൻസിനെയൊക്കെ പ്രൗഡാക്കണം എന്നാഗ്രഹമുള്ള, അല്ലെങ്കിൽ അവരെ സന്തോഷമാക്കി വെക്കണം, ലൈഫിൽ സക്സസ് ആക്കി കാണിച്ചു കൊടുക്കണം, അങ്ങനത്തെ ആഗ്രഹമൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ഒന്നും ആവാണ്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ പടം ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം നമ്മൾ എങ്ങനെയൊക്കെ ആയാലും എപ്പോഴൊക്കെ ആയാലും നമ്മൾ ഈ ഒരു ഹാർഡ് വർക്കിന് എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു പടമാണ് ഈ ആശകളായിരം. പഴയ ആ ഒരു ഈ കുടുംബ പ്രേക്ഷകരുടെ നായകൻ എന്ന് പറയുന്ന ജയറാമേട്ടന്റെ ആ ഒരു രീതിയിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും ഫാമിലീസിന് ഇഷ്ടപ്പെടും. നിങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണുക. കാരണം ജയറാമേട്ടന്റെ ഒരു തിരിച്ചുവരവ് എന്നൊക്കെ വേണം നമുക്ക് പറയാം.
പുള്ളിക്ക് ഇപ്പോഴും ആ ഒരു ഓർഡർ എന്ന് പറയുന്ന സംഭവമുണ്ട്. സാധാ നോർമൽ കോമൺ മാൻ നിന്നിട്ട് സാധാ ഗ്ലാസ് ഒക്കെ കറക്കി വെക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ജയറാമോടെ ചെയ്തപ്പോ ഉണ്ടല്ലോ, നമ്മളെ പഴയ ആ ഒരു ജയറാമിനെ കണ്ട അതിന്റെ ആ ഒരു സന്തോഷമുണ്ട്. അതേപോലെ കാളിദാസ് ആയാലും അവരും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കട്ടയ്ക്ക് തന്നെ നിന്ന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതില് ഒരു നമ്മുടെ പഴയ ഒരു ഹിറ്റ് പാട്ട് റീമേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത് ജയറാമയുടെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് അത് വീണ്ടും കണ്ടപ്പോൾ കിട്ടിയൊരു രോമാഞ്ചമുണ്ട്. അത് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോയി കണ്ടു നോക്കുക. നല്ല അടിപൊളിയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ പടം ഞാൻ ശരിക്കും പറഞ്ഞാൽ വലിയ പ്രതീക്ഷയില്ലാണ്ടാണ് ഞാൻ പോയത്. കാരണം അറിയാലോ ജയറാമന്റെ ലാസ്റ്റ് പടങ്ങളെല്ലാം അതിനകത്തെ ആയിരുന്നു. പക്ഷേ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. നല്ല അടിപൊളി ഒരു ഫീൽ ഗുഡ് പടം. ഇമോഷണലി ആയാലും അതിനകത്ത് പിന്നീട് വരുന്ന കോമഡിയൊക്കെ ആയാലും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടും. ഉറപ്പായിട്ടും പോയി കാണുക. ശരിക്കും പറഞ്ഞാൽ വിഷമമാണ്. ഞാൻ തിയേറ്ററിൽ പോയ സമയത്താണെങ്കിൽ തന്നെയും അവിടെ ആളുകളൊക്കെ വളരെ കുറവായിരുന്നു. ഈ ഒരു പടം ഒരുപാട് മൗത്ത് പബ്ലിസിറ്റിയിലായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലായാലും ഒരുപാട് ആൾക്കാർ പറഞ്ഞും അറിഞ്ഞും പോയി കാണുന്ന ആളുകൾ പോയി കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ആ ഒരു ജയറാം പട്ടൻ പുള്ളിക്കാരൻ തിരിച്ചു വരണം, എനിക്കത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. നല്ല അടിപൊളി ഡയറക്ടേഴ്സിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ, അതേപോലെ നല്ല സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് ഇനിയും ഇവർ രണ്ടുപേരും, കാളിദാസ് ആയാലും ജയറാം പട്ടൻ ആയാലും, ഇവർ രണ്ടുപേരും നല്ല അടിപൊളി റോൾസിൽ ഇനി അടിപൊളി നല്ല സിനിമകളിൽ കാണുമെന്ന് എനിക്ക് ഇനി ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇന്ന് റിലീസ് ആയിട്ടേ ഉള്ളൂ. എല്ലാവരും പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക.